ഞാൻ വിളിച്ചപ്പോ ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. എന്നാൽ ഞാൻ ഇപ്പൊ പറയാണ്. ഈ ഓണത്തെ കുറിച്ച് നമ്മുടെ ഈ ഗസ്റ്റ് ഒക്കെ കൂടി ഇരിക്കണില്ലേ, ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു ഓണാശംസ നിങ്ങൾ പറയണം. അത് ഞാനിപ്പോ തന്നെ വെല്ലിച്ചം പറഞ്ഞാൽ മതി. വെല്ലിച്ചലാണ് തലയ്ക്ക് മൂത്തത്. വെല്ലിച്ചം പറഞ്ഞാൽ മതി. ഞാനത് പറഞ്ഞ വേണ്ട, വെല്ലിച്ചം പറഞ്ഞാൽ മതി. നിങ്ങൾ പാചകത്തിന്റെ കാര്യം ശ്രദ്ധിക്കൂ. വെല്ലിച്ചനാണെങ്കിൽ പുള്ളി പറയട്ടെ. ആയിക്കോട്ടെ, പറഞ്ഞോ. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേരുന്നു. ഇതിങ്ങനെ മേടിച്ചോ. ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെയും ഏത് സന്തോഷം? കലാപം സന്തോഷാണോ? ആപത്ത് വിളിച്ചു വരുത്തല്ലേ. സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ ഓണം. എന്നതാണ് പ്രതീകമാണല്ലോ ഓണം? അതായത് മാമനില്ലേ, മാമൻ. ഏത് മാമൻ? സുമതി കുഞ്ഞമ്മയുടെ മാമനാണോ? അതല്ലെന്ന് മാമനൻ മാമനൻ 3 മണി വന്ന് മൂന്നടി മണ്ണ് ചോദിച്ചു. ആദ്യത്തെ കാലിട്ട് വെച്ചപ്പോ ഭൂമിന് ഇരുന്ന് പോയി. ഇങ്ങനെ വെച്ചെങ്കിൽ ഭൂമി തീരും. രണ്ടാമത്തെ കാലം വെച്ചപ്പോ ആകാശം ഇരുന്ന്. ഇമാതിരി വെപ്പല്ലേ ഇതായിരിക്കും. ഇനി എന്ത് ചെയ്യുന്നു? ഒരുങ്ങി കെട്ടി വന്നല്ലേ, എന്തെങ്കിലും ചെയ്യും. മഹാബലി നേരെ മാമനെ മുഴുവനും കുനിഞ്ഞങ്ങ് നിന്ന് അടുത്ത അടി വെക്കാൻ സ്ഥലം വേണ്ടേ? അപ്പൊ കാലെടുത്ത് ഇങ്ങനെ വെച്ച് വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒറ്റ ചവിട്ടായിരുന്നു. മഹാബലി മണിയുടെ അടിയിലേക്ക് പോയി. അങ്ങനെയാണ് ഓണം ഉണ്ടായത്. ഓണം ഇത്രയും വലിയ പ്രശ്നം എനിക്കറിയാൻ പറ്റായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓണത്തെ കൊണ്ട് നല്ലൊരു പാട്ട് പാടാൻ ഞാൻ. ഓണപ്പൂവേ പിന്നെ എവിടെയാന്ന് വെച്ചാൽ വല്ല മുളകും ചാക്കോ എന്നെ കൊണ്ടിട്ട് 2 വാക്കും കൂടി ഉണ്ടെന്ന്. എന്ത് കഷ്ടം. മൂത്താടെ ഇങ്ങ് വന്നേ, പുള്ളി അവിടെ ഇരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ട്രഡീഷണൽ ഫുഡാണല്ലോ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക്, നമ്മുടെ ജാഫർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഫുഡിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവോ? അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നു. അറബിക്ക് 5 പെണ്ണുമ്പിള്ളമാർക്ക് അവരുടെ മക്കൾക്ക് ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ അറബിയുടെ വീട്ടിൽ പോയി വീട്ടുപടി ചെയ്ത കാര്യമല്ല ചോദിച്ചത്. പിന്നെ അവനല്ലേ ചോദിച്ചു അറബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയാവൂ. അത് അറബിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നല്ല, അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ എന്നാ ചോദിച്ചത്. അങ്ങനെയാണ് അറബിയുടെ മെൻഷൻ ചെയ്ത് ഞാൻ മെൻഷൻ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വിട്ടേരെ, അറബിക് ഫുഡിന്റെ കേസ് വിട്ടേരെ. ഓണത്തിന് അറബിക് ഫുഡിന്റെ കാര്യമില്ല. വേണ്ട, അത് വിട്ടേരെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പാരമ്പര്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, ഈ നളപാചകത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര കോമഡിയാണോ നളൻ എന്ന് പറഞ്ഞ? അതല്ല, നളനും ദമയന്തിയാണല്ലോ പേര്. പേരോ? ജോഡി. ഒരു ദിവസം നളൻ അടുക്കളയിൽ ചക്കക്കുരു ഒരുക്കൊണ്ടിരിക്കുക. നളനൊക്കെ അടുക്കള കയറി ചക്കക്കുരു ഒരുക്കുന്നു. ഇത് എന്താണ് ഈ പറയണത്? നീ കല്യാണം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. അതാണ്. കഴിച്ചു കഴിയുമ്പോൾ അറിയാം അടുക്കള കയറി ചക്കക്കുരു അല്ല പലതും ഒരുക്കേണ്ടി വരും. നളനൊന്നുമല്ല, ആരായാലും കേട്ടോ. അങ്ങനെ ചക്കക്കുരു ഒരുക്കൊണ്ടിരുന്നപ്പോ ഈ ദമയന്തി അതുവഴി പാസ് ചെയ്ത് പോയി. അപ്പൊ ദമയന്തി ഉടനെ നല്ലോട് ചോദിച്ചു, അല്ലയോ നള, എനിക്കൊരു കുനാഫ് ഉണ്ടാക്കി തരുമോ? അപ്പൊ തന്നെ നളനൊരു കുനാഫ് ഉണ്ടാക്കി കൊടുത്തു. എന്താണ് ഈ പറയണത്? എന്താ ഈ പറയുന്നതാണ്? അന്നത്തെ കാലത്ത് നളന്റെ ദമയന്തിയുടെ ഒക്കെ കാലത്ത് കുനാഫുണ്ടോ? കാലത്തല്ല, എല്ലാ കാലത്തും കുനാഫ് ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ കുനാഫിന് ഓരോരോ പേരാണെന്ന് മാത്രം. 2024 തുടങ്ങിയിട്ട് കുനാഫിന്റെ 5 കളിയാ TV തുറക്കാൻ പേര്. അപ്പൊ കുനാഫ് വിട്ടേരെ. ഞാൻ പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഈ കുട്ടിക്കാലത്ത് ഓണം എങ്ങനെയായിരുന്നു? ഇപ്പൊ പറഞ്ഞ സുരേഷേ, അവിടെ ഓണം എങ്ങനെയുണ്ടാ? ആണോ? കിടുക്കൻ ഓണം. എവിടുത്തെ ഓണം? കുട്ടിക്കാനത്ത് അവരെ തകർത്തോണ്ടിരിക്കും. കുട്ടിക്കാലത്ത് ഓണം അല്ല ചോദിച്ചത്. പിന്നെ കുമളിയിലെ ഓണമാണോ? കുളിയിലെ കുളി. വിളിക്കല്ലേ? ഓണം കേക്കരോട് വഴി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകണോ? കുളി വഴി. ഞാൻ ചോദിച്ചതല്ല, കുട്ടിക്കാലത്തെ നിങ്ങളുടെ ചെറുപ്പകാലത്തെ നിങ്ങളുടെ ഓണം. അങ്ങനെ ചെറുപ്പകാലത്തല്ലേ ഓണം, അല്ലേ ഓണം. ഇപ്പോഴൊക്കെ എന്ത് ഓണം? ഇപ്പം വെറും ഓണം. അപ്പൊ അന്ന് ഓണം. കുട്ടിക്കാലത്ത് ഓണമല്ലേ ഇത്? ഇപ്പോഴത്തെ ഓണം. അന്നൊക്കെ പറഞ്ഞ ഓണം. പുള്ളി പറഞ്ഞ 2 ഒന്നല്ലേ? അത് നിനക്ക് കേൾക്കാൻ അങ്ങനെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ വ്യത്യാസം. പറഞ്ഞു ഇപ്പോഴത്തെ ഓണം പണ്ടത്തെ ഓണം കണ്ടോ വ്യത്യാസം വന്നോ? ഡയലോഗ് അടിച്ചോണ്ടിരുന്നൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ആൾക്കാർ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇവർക്കൊക്കെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുവോ? നമ്മളെ കുറിച്ച് പഠിക്കാതെ നമ്മുടെ പാചകത്തിന് വിളിച്ചോണ്ട് വന്നേക്കും.
കലാഭവൻ പ്രചോദിന്റെ കല്യാണം. അയ്യോ, ഞാനുണ്ടായിരുന്നു പ്രചോദിന്റെ കല്യാണത്തിന്. അത് നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? ഇല്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങളില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ കലാഭവൻ പ്രചോദിന്റെ കല്യാണം? കലാഭവൻ പ്രചോദിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു വന്നതാണ്. അത് എനിക്കറിയാം സുഹൃത്തെ. തനിക്കറിയാമെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയണോ? അറിയാൻ മേലാത്തവർക്ക് ഒരു അറിവ് പകർന്നു കൊടുത്തതാണ്. ഒരു ജി കെ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോൾ അതിൽ കയറി ഇടപെടുവാണ്. പ്രചോദിന്റെ കല്യാണം കഴിഞ്ഞാണോ ജി കെ? അത് ജി കെ ആണ് അല്ലേ? ജി കെ പിന്നെ എല്ലാ സിനിമയിലും കല്യാണ ചെറുക്കനല്ലേ? സുഹൃത്തെ, നിങ്ങൾ ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കുക? ഇല്ല, ഞങ്ങൾ വഴക്കിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കത്തില്ല. ഞങ്ങൾ കോംപ്രമൈസിലുള്ള ഫുഡേ ഞങ്ങൾ വഴക്കിട്ടുണ്ടാക്കുന്നല്ല ചോദിച്ചേ, ബൾക്കായിട്ട്. അതായത് ഒരുപാട് ആളുകൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരുപാട് ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അല്ലേ? എന്താ ചെയ്യുക? ചെയ്യില്ല, ഇവിടുന്ന് ഊരി പോകാൻ പറ്റിയല്ല. പറ്റുമോ? അതെന്താണ്? നോർത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ എപ്പോഴും പോണല്ലേ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴും നോർത്ത് പാലത്തിന്റെ അടിയിൽ. അതല്ല, നോർത്ത് ഇന്ത്യ, ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ബോംബെ. അവിടെ അംബാനിയുടെ മോന്റെ വിവാഹം. 2 ലക്ഷം പേരുടെ ഫുഡ് ഉണ്ടാക്കണം. ഇവിടുന്ന് പോകാൻ ആരാ? ഞാനും പാവപ്പെട്ട ഈ ഇളയതും നേരെ നോർത്തിൽ ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വന്നപ്പോ കൈ കാണിച്ചു നിർത്തി ചാടി ചട്ടകമായിട്ട് അതിൽ കയറി സൈഡ് സീറ്റിൽ ഇരുന്ന് പോവാ. അവിടെ ചെന്ന് ബോംബെ ചെന്ന് ഇറങ്ങി ഈ ഓഡിറ്റോറിയം കണ്ടുപിടിച്ച് വന്നപ്പം ജന്മം ചെയ്താൽ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി കൊടുത്തില്ല. വിളിക്കാത്ത കല്യാണത്തിനല്ല അകത്തോട്ട് കയറ്റും. വിളിക്കാത്ത കല്യാണത്തിനകത്തേക്ക് കയറ്റുമോ? വിളിക്കാത്ത കല്യാണത്തിനല്ല, പുള്ളി അങ്ങനെയല്ലേ പറഞ്ഞത്? വിളക്കുമായിട്ട് ചെല്ലാതെ അകത്തേക്ക് കയറ്റി. അതാണ് വിളക്കുമായിട്ട് ചെല്ലുന്നത്. ബോംബെയിൽ അങ്ങനെ ചടങ്ങുണ്ട്. പാചകത്തിൽ ചെല്ലുമ്പോ വിളക്കുമായിട്ട് ചെല്ലണം. ഇത് ഞങ്ങൾക്കറിയാവോ? നോർത്ത് ഇന്ത്യയിലെ പിന്നെ ഞാൻ അവിടെ ചെന്നൊരു വിളക്ക് സംഘടിപ്പിച്ച് ഒരുവിധം സെക്യൂരിറ്റിക്ക് കൊണ്ട കൊടുത്ത് അകത്ത് കയറി. അകത്ത് കയറി ചെന്നപ്പോ എന്റെ സമയം 11 മണി. 1 മണിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ 2 ലക്ഷം പേർക്ക്? ഒന്നും നോക്കില്ല. ഞാനും ഇളയത് ഒറ്റ പരിപാടിയായിരുന്നു. ഒന്നേ നടിച്ചപ്പോ സകല ഫുഡും റെഡി. നിസാര ഫുഡല്ല, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കർണാടക, ഹിന്ദുസ്ഥാനി സംഗീതമായിരിക്കും, സദ്യ, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അംബാനി വന്ന് കഴിച്ചിട്ട് എന്റെ തോളത്ത് തട്ടിട്ട് ഒരു ഡയലോഗായിരുന്നു. നീ സുലൈമാനല്ല ഹനുമാനാണ്. PWD എഞ്ചിനീയർ അല്ലേ ഈ ഡയലോഗ് പറയണത്? അത് കേരളത്തിൽ ഓമേലി ചെറുക്കൻ്റെ അച്ഛാ പറയും. ഓരോരോ സ്ഥലത്ത് ഓരോരോ സംഭവങ്ങളല്ലേ അല്ലേ?